ഗൈസ്, അപ്പൊ ദാ ആരെങ്കിലും അയില കൊണ്ടുള്ള കട്ട്ലറ്റ് കഴിച്ചിട്ടുണ്ടോ? അപ്പൊ ദാ ഈ ഇരിക്കുന്നത് അയില കൊണ്ട് ഉണ്ടാക്കിയ കട്ട്ലറ്റ് ആണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ അടുത്ത ഒരു വീഡിയോയില് ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് റൈസിന്റെ കൂടെ ഫിഷ് കറി ഉണ്ട്. സാധാരണ പോലെ തന്നെ കാഷ്യൂ നട്ട്സ് ഒക്കെ അരച്ച് ചേർത്ത നമ്മുടെ സ്പെഷ്യൽ ഫിഷ് കറി, ചിക്കൻ വരട്ടിയത്, പിന്നെ നമ്മളുടെ ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ നമുക്ക് അയല വറുത്തതുണ്ട്, പിന്നെ നമ്മളുടെ ഇത് ചിക്കൻ ഫ്രൈ. മധുരത്തിനായിട്ട് ഞാൻ ഇന്ന് നല്ല സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. നമ്മൾ ഫിഷ് കറി ടേസ്റ്റ് ചെയ്യാം. ഇനി നമ്മുടെ ചിക്കൻ വരട്ടിയത്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ. തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ല കേട്ടോ. ആ കുരുമുളകിൻ്റെ ടേസ്റ്റ്. അയല വറുത്തത്. അപ്പം നമ്മുടെ അയല വറുത്തതും ചോറും. ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ. അയല കൊണ്ടുണ്ടാക്കിയ കട്ട്ലറ്റ് നമുക്ക് കഴിച്ചു നോക്കാം. ആഹാ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരു വലിയ ഉരുള പിടിക്കാം കേട്ടോ. അപ്പോ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് മധുരം കഴിക്കാം. സേമിയ ആണ് ഇന്നത്തെ താരം. സൂപ്പർ കട്ടിപ്പാലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ് ഇടേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്തു. പിന്നെ മധുരം ഒരുപാട് കട്ടിയായിട്ട് മധുരമില്ല, ലൈറ്റ് മധുരമുള്ളൂ. മധുരം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ കുറച്ച് പണിയാണ്. മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. അയ്യടാ. അപ്പോൾ ഇതൊക്കെ ഫിനിഷ് ആക്കിയിട്ട് അടുത്ത ദിവസം വീണ്ടും കുറേ ഡിഷസുമായിട്ട് വരാം. ചിൽ ദെൻ, ബൈ ബൈ.